പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വലിയൊരു ദിവസമാണ്. പാറമക്കൾ ഗവർണറിൻ്റെ പുസ്തകത്തിലെ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ കുറിച്ച് പറയണത് കേരളത്തിൻ്റെ പൊതുമധ്യസ്ഥനെന്നാണ്. അത് കേട്ടവർക്ക് ഭയങ്കര സന്തോഷം തോന്നി. വിശുദ്ധൻ്റെ തിരുനാളിലെ എല്ലാ മംഗളാശംസകളും. നമുക്ക് പ്രാർത്ഥനയിലേക്ക് വരാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നിയോഗം പറയുക. തിങ്കളാഴ്ചത്തെ നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവ്, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അനുസ്മരിക്കുന്ന ഈ ദിവസം വിശുദ്ധ സെബസ്ത്യാനോസ് മാരക രോഗങ്ങളുടെയും പകർച്ചവ്യാധികളുടെയും വിശുദ്ധൻ മാത്രമല്ല, സുവിശേഷത്തിന്റെ പേര് ജയിലിലേക്ക് കിടക്കുന്നവരുടെയും വിടുതലിന്റെ മധ്യസ്ഥനാണ്. അതിനേക്കാൾ സ്ഥല സംബന്ധമായ പ്രശ്നങ്ങളുള്ളവരുടെ എല്ലാം മധ്യസ്ഥനാണ്. വിശുദ്ധനെ ജീവിതത്തിലെ സ്ഥലം ലയകൃഷ്ണൻ ചക്രവർത്തി പകുതിയോളം രാജ്യത്തിന് പകുതി കൊടുക്കാമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ നാമത്തെ പ്രതി സ്ഥലം വേണ്ടെന്ന് വെച്ച ആളാണ്. അതുപോലെ കൊണ്ട് തന്നെ സ്ഥല സംബന്ധമായ എല്ലാ വിഷയത്തിനു മേലും ദൈവികമായ തീരുമാനം ഉണ്ടാകാനും ഇടപെടലുണ്ടാകാനും വിശുദ്ധൻ്റെ മാധ്യസ്ഥം നല്ലതാണ്. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇന്നത്തെ ദിവസത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവേ, 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കർത്താവെ, കൃപാസനം അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ
കർത്താവ് കൃപാസനം അൾത്താരെ നടന്ന 10,000-കണക്കിന് ആരാധനയുടെ ഈ ശക്തിയാൽ ഈ പ്രഭാതത്തിൽ ജനുവരി 20-ാം തീയതി തിങ്കളാഴ്ചയായി ഇന്ന് അങ്ങയുടെ മക്കള് ഇന്ന് കൂടുന്ന ഈ പ്രാർത്ഥനയിൽ, അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ കർത്താവിൻ്റെ ശക്തി ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗബാധിതരെയും മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നവർ, സാമ്പത്തികമായ ബാധ്യതയാകാം, കുടുംബത്തിലുള്ള ഞെരുക്കമാകാം, ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത അവസ്ഥയാകാം, മക്കളുടെ വിവാഹത്തിന് ഒത്തു വരണില്ലെന്ന് ഓർത്തുന്ന വേവലാതി കൊള്ളുന്ന മാതാപിതാക്കന്മാരെ സമർപ്പിക്കുന്നു. അവിടെ പ്രാർത്ഥന ഇന്ന് പരിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് ഞാൻ വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യപ്പെട്ട് വീടില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, സമാധാനത്തോട് ജീവിക്കാൻ പറ്റാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സമാധാനം ക്രിസ്തുവാണല്ലോ. കർത്താവേ, നീ സമാധാനം ഇല്ലാത്ത ഹൃദയങ്ങളിൽ നീ നിറയാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനേക്കാളുപരി നീ നിറയുന്നതാണ്, നീ ഇല്ലാത്തതാണ് ഏറ്റവും വലിയ സങ്കടമെന്ന് തോന്നുന്ന രീതിയിൽ നിന്നെക്കുറിച്ചുള്ള ചിന്തകളും ഓർമ്മകളും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും കൊണ്ട് കർത്താവെ ഞങ്ങളുടെ അന്തരംഗങ്ങളെ നിറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണകളിലേക്ക് ആവശ്യിക്കട്ടെ. തൊഴിൽപരമായ തടസ്സങ്ങൾ, ഒത്തിരിപരമായ വരുമാനമില്ലാത്തവർ, മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, കർഷക തൊഴിലാളികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കർഷകരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, അവിടെ ഉദ്യമങ്ങൾ പരാജയപ്പെട്ടിട്ടുള്ളവരുടെ വേദനയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, സ്ഥലങ്ങൾ വിട്ടുമാറാൻ പറ്റാത്തവരെ കർത്താവെ, ജീവിത മാർഗങ്ങൾ ഒത്തിരിയേറെ ഏലവും അതുപോലെ തന്നെ കുരുമുളകും ഒക്കെ വെറുതെ ഗോഡൗണിൽ ഇരുന്ന് വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകളുണ്ട് ഈശോയെ. ചെറിയ പൊടിച്ചാളകളെല്ലാം വില കൂടി നിറച്ച് കടലുള്ളത് കാരണം അതിൻ്റെ വില കുറഞ്ഞിട്ടുണ്ട് ഈശോയെ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത വിഷമം അനുഭവിക്കുന്ന എല്ലാവരെയും ഈ സമയത്ത് അങ്ങോട്ട് തിരുസേനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, കണ്ണ് തോന്നണം. ആതുരാലയങ്ങളും അഗതി മന്ദിരങ്ങളിലും വേദനിക്കുന്നവർ ഓർക്കുന്നുണ്ട്. കർത്താവ്, വീട്ടിൽ തന്നെ അഗതി മന്ദിരമെങ്കിൽ ഇതിനേക്കാളും നല്ല അഗതി മന്ദിരം ആയിരുന്നെങ്കിലെന്ന് വിചാരിച്ചുകൊണ്ട് മാതാപിതാക്കന്മാർ മക്കളെ പ്രാഗി ജീവിക്കുന്ന വീടുകളുണ്ട്. ഒരു പരിഗണനയും ഒരു സന്ധിപ്പയും ലഭിക്കാത്ത മുതിർന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. കർത്താവ്, മനസ്സിടിഞ്ഞ് മാസങ്ങളായിട്ട് പള്ളിയിൽ പോകാൻ പറ്റാത്തവരുണ്ട് ഈശോയെ. കുർബാന കൂടിയിട്ട് ദിവസങ്ങളായിട്ടുള്ള മാസങ്ങളായിട്ടുള്ള വർഷങ്ങളായിട്ടുള്ളവരുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, കുർബാന കൂടിയ അനുഭവം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, മക്കളുടെ യാത്രയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളുടെ പരീക്ഷ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ തലയിൽ കയറുന്നില്ല, ഉഴപ്പി നടക്കുന്ന മക്കളുണ്ട് ഈശോയെ. എന്നിട്ട് ജീവിതത്തിൽ വഴി പെശ കൊണ്ടായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം നൽകി വഞ്ചനയുടെ കുരുക്കിലും ചതിയിലും പെട്ട് ജീവിതം ഇങ്ങനെ വല്ലാത്ത രീതിയിലായപ്പോഴുണ്ട്. കൂട്ടുകെട്ടുകളിൽ പെട്ടിട്ട് കർത്താവെ, അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത മാർഗമായിട്ട് കർത്താവെ, പലതരത്തിലുള്ള തിന്മ പ്രവർത്തികൾക്ക് അധീനപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളുടെയും കെട്ടുകൾ, ചങ്ങലകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണകളെ കൊഴുകട്ടെ. തലയിൽ പുണ്ണുള്ളവരെ കാണിക്കുന്നു, സർവാംഗം പുണ്ണുള്ളവരെ, ശരീരത്തിൽ വ്യത്യസ്തമായ കളറുകൾ മാറി വരുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കുടുംബപരമായ ഭാരങ്ങൾ, ജീവിത ഭാരങ്ങൾ, ഓരോ യാത്രയുണ്ടാകുന്ന പ്രയാസങ്ങൾ, യാത്രയ്ക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യവും സഹവാസവും സംരക്ഷണം ഉണ്ടാവട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവേശ്വരൻ ഇന്നത്തെ മുഴുവൻ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആശീർവദിച്ച് നൽകട്ടെ. അവിടെ ഫീസ് പവർ ആൻഡ് ഗ്രേസ്. പ്രിയപ്പെട്ടവരെ, ബൈബിളിലെ പല അരൂപിയുണ്ട്. സാധാരണ അരൂപിയുണ്ട്, അസാധാരണ അരൂപിയുണ്ട്. ഈ അസാധാരണ അരൂപിയാണ് എപ്പോഴും ഭയങ്കര അൻസറബിളാകണത് ദൈവത്തിരുസന്നിധിയിൽ. അതുകൊണ്ട് നിങ്ങൾ എന്നും കൊന്ന് ഇന്നലത്തെ പോലെ ഇന്നും എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഇന്ന് ഇത്തിരി വ്യത്യാസം ഉണ്ടാകണം. നിങ്ങളുടെ അരൂപി ഡിഫറൻ്റ് ആയിരിക്കണം എന്നാണ് പറയണത്. നിങ്ങളെ ലക്ഷ്യം പ്രാപിക്കണമെങ്കിൽ അരൂപി ഡിഫറൻ്റ് ആയിരിക്കണം, മറ്റുള്ളവരെ പോലെ ആയിരിക്കരുതെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സംഖ്യാപുസ്തകം 14:24.
എന്നെ നിന്ദിച്ചവരാരും എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഉറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. കാലേബ് എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയാവോ? ഈ നൂനിന്റെ മകൻ ജോഷുവ ഇല്ലേ? ജോഷുവ കുറെ പേര് സമറിയയിലേക്കും അതിനെ കാനാൻ ദേശത്തേക്ക് വിടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കാനാൻ ദേശത്തേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോണത്. അപ്പം അവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെ ഉണ്ട്? നമ്മളവിടെ ചെല്ലുമ്പോൾ എലി അപ്പം തിന്നണ പോലെ നമ്മളെ തിന്നു കളയുക. അപ്പോൾ പാളയത്തിലൊക്കെ ഭയങ്കര പേടിയാണ്, പാളയത്തിൽ പേടിയായി. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞ് ജോഷുവ പറഞ്ഞു, ഒരു 4-5 പേരോട് പറഞ്ഞ് നിങ്ങൾ പോയി ഒറ്റ നോക്കിയിട്ട് വരാൻ പറയും. സ്പൈ ചെയ്യാൻ. ഒറ്റ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ണുകൊണ്ട് തുറച്ചു നോക്കുക എന്നല്ല അർത്ഥം. സ്പൈ ചെയ്യാനാണ് പറയണത്, രഹസ്യമായി. ഇപ്പം നമ്മളുടെ റോയൊക്കെ ഇല്ല, അതുപോലെ അവർ പോയിട്ട് അവരെ സ്പൈ ചെയ്തിട്ട് വരാൻ പറയും. സ്പൈ ചെയ്തിട്ട് വന്നു വെച്ചുകൊണ്ടല്ലോ ഈ പോയവർ വന്നിട്ട് പിന്നെ നിൽക്കുന്നവരെ പോലും ബോധം കെടുത്തി കളഞ്ഞു. അയ്യോ, അത് അവരെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ഒരു 80 കിലോനുണ്ട്. അവരുടെ ഒറ്റ മുന്തിരിക്കൊല 80 കിലോനുണ്ട്. 2 പേര് അവരുടെ മുന്തിരിത്തോട്ടത്തിലൂടെ മുന്തിരിക്കൊല തണ്ടേ കാവിക്കൊണ്ടുകൂടെ കണ്ട് അതൊരു 80 കിലോ വരും. അത്രയും വലിയ രാക്ഷസരായ മനുഷ്യരവിടെ ഉള്ളത്. നമ്മളെപ്പോലെയുള്ള ആൾക്കാരൊന്നുമല്ല. ഇന്ന് നടക്കണ കാര്യമില്ലെന്ന് പറയും. എന്നിട്ട് പറയും അനാർക്ക് എന്ന് പറഞ്ഞ രാക്ഷസവർഗമുണ്ട്. അനാർക്കിൻ്റെ സന്തതികൾ ഞങ്ങളവിടെ കണ്ടെന്ന് പറയാം. അനാർക്ക് എന്ന് പറയുമ്പോൾ ഒരു 8 അടി 9 അടി അവൻ്റെ പാർട്ടിയാണ്. അവരെ കണ്ടെന്ന് പറയുമ്പോൾ ഇതോടുകൂടി സപ്തനാടുകളും തളർന്ന് ഇവിടെ എല്ലാം അസ്തമിച്ച്. അപ്പം കാലേബ് പറയും, എന്താ അനാർക്കായാലും ശരി, നമ്മൾ വിശ്വസിക്കണ കർത്താവ് അവർ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് പറയും. ഇത് വിശ്വാസം തന്നെയല്ല, ആത്മവിശ്വാസവും ആത്മധൈര്യവും ഭയങ്കര. അതായത് വിശ്വാസം തന്നെ ആത്മധൈര്യത്തിലേക്ക് വരണം. അല്ല, നിങ്ങൾ വിശ്വാസമുണ്ട്, ഉത്കണ്ഠ ഉണ്ടെങ്കിൽ ആ വിശ്വാസം വർക്കൗട്ട് ചെയ്യത്തില്ല. വിശ്വാസമുണ്ട്, ഭയം ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ചെയ്യത്തില്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്നെക്കെതിരെ തുറച്ചു നോക്കുകയും നിന്നെ കീഴ്പ്പെടുത്താൻ പോവുകയും ചെയ്യുന്ന നീ പേടിക്കുന്ന വ്യക്തികൾ, നീ പേടിക്കുന്ന സംഭവങ്ങൾ, നീ പേടിക്കുന്ന, ഇപ്പോൾ നീ ഒരു ഓഫീസിൽ കയറി പോകാൻ പോവുകയാണ്, പക്ഷേ നിനക്കറിയാം പേടിയാണ്. നീ ഒരു ബാങ്കിൽ പോവുകയാണ്, മാനേജർ നിനക്ക് പേടിയാണ്. നീ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണ്, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളെ നിനക്ക് പേടിയാണ്. അപ്പോൾ അവരുടെ ശബ്ദം അടിക്കണം തളർന്ന് ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ തന്നെ വെള്ളം മേടിച്ച് കുടിക്കുന്നു, ഒരു കുറേ കയ്യാൻ കളിയാ. പക്ഷേ കലേബ് എന്താ പറയണത്? ഏതാരായാലും എൻ്റെ കർത്താവാണ് അവൻ അവിടെ എത്തിയിരിക്കണത്, അവനെ നമുക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. എന്ത് വിശ്വാസം! അതാണ് ദ സ്പിരിറ്റ് ലെഡ് ബൈ കലേബ് വാസ് ഡിഫറെൻറ്റ്. അതായത് വചനം മുഴുവനും ഭയങ്കരമായ രീതിയിൽ പറയണം. അതായത് കലേബിനെ നയിച്ച ആ രൂപി ഡിഫറെൻ്റാണ്. എന്താ, അത് വിശ്വാസത്തെക്കാളും വിശ്വാസം നൽകുന്ന ആത്മധൈര്യമാണ്. ആത്മധൈര്യം ദൈവം എന്ന ഒരു വ്യക്തി അധിഷ്ഠിതമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ചു തരും. നീ ഇന്ന് ഇറങ്ങിപ്പോകുമ്പോൾ നീ എവിടെ പോയാലും, വില്ലേജ് ഓഫീസായിക്കൊള്ളട്ടെ, ബാങ്കിലായിക്കൊള്ളട്ടെ, പഞ്ചായത്തിലായിക്കൊള്ളട്ടെ, പെൻഷൻ്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, നടക്കാത്ത ഏത് കാര്യത്തിന് പോയാലും അത് നടക്കത്തില്ലെന്ന് മറ്റുള്ളവർ പറയും. അപ്പോൾ നീ പറയണം, കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരും. ഓക്കെ, ബി ഗ്രേസ്ഫുൾ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം.